സുദീപ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ സുദീപിൻ്റെ അച്ഛനെ കുറിച്ചാണ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞത്. ഈ വാർത്താമുറിയിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടി സുദീപിനുണ്ട് എന്നത് വളരെ സന്തോഷകരമായൊരു കാര്യം. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? സുഖമായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു. സംഗീത സാന്ദ്രമായി പോകുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. സംഗീതമില്ലാതെ ഒരു ദിവസം പോലും പോകുന്നില്ല. എല്ലാ ദിവസവും മ്യൂസിക്കിലൂടെ തന്നെ ജീവിക്കുന്നു. സുദീപ് ഏത് ഇയറാണ് സുദീപ് ഈ SD കോളേജിൽ പഠിച്ചത്? ഞാൻ 1995 പ്രീ ഡിഗ്രി 95 ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഓക്കെ. എനിക്കൊരു സുദീപിൻ്റെ ലൈഫിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ദേവരാജൻ മാസ്റ്ററുമായിട്ടുള്ള കണ്ടുമുട്ടലാണ്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ഇത് സംസാരിക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് 25 വർഷങ്ങളല്ലേ സുദീപ്? അതെ, 4 നൂറ്റാണ്ടാണ്. അതെ 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 അതെ. മാസ്റ്ററെ കണ്ടുമുട്ടിയത് 99-ലാണ്. അപ്പോൾ കറക്റ്റ് 25 വർഷമായി. അപ്പോൾ 4 നൂറ്റാണ്ട് ആഘോഷിക്കേണ്ട സമയമായി. വേണമെങ്കിൽ ആഘോഷിക്കാം. ദേവരാജ മാഷുമായി ബന്ധപ്പെട്ട് ഞാൻ വായിച്ച ഒരു കാര്യം, അദ്ദേഹം വക്കീലാണ്. അപ്പോൾ എൻറോൾ ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അനുഗ്രഹം തേടാൻ പോയപ്പോൾ ദേവരാജ മാഷ് പറഞ്ഞു അത്രേ, കേസില്ലാത്ത വക്കീലാവട്ടെ എന്ന്. കാരണം പാട്ടിലേക്ക് അദ്ദേഹം മുഴുവനായി പാട്ടിലേക്ക് വരണമെന്നുള്ളതുകൊണ്ട് കേസില്ലാത്ത വക്കീലാവട്ടെ. അത് സത്യമാണല്ലേ? അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞതാണ്. അതൊരു രസകരമായ അനുഭവമാണ്. ഞാൻ മാസ്റ്ററെ കാണാൻ വേണ്ടി മാസ്റ്ററുടെ കരമനയിലുള്ള വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെ കാണാൻ പോയി. ഇപ്പോൾ എൻ്റെ കോഴ്സ് കഴിഞ്ഞു, പാസ്സായി. അപ്പോൾ അവിടെ ചെന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ എൻറോൾമെൻ്റ് ആണ്, അടുത്ത ദിവസം എൻറോൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മാസ്റ്റർ ചോദിച്ചു, നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പാട്ടുകാരനാവാനാണോ അതോ വക്കീലാവാനാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, മാസ്റ്റർ എനിക്ക് ആഗ്രഹം പാട്ടുകാരനാവാനാണ്, പിന്നെ ഇത് പഠിച്ചതുകൊണ്ട് എൻറോൾ ചെയ്യുന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മാസ്റ്റർ കുറച്ച് സമയം ഇങ്ങനെ ദൂരേക്ക് നോക്കിയിരുന്നു. ഇങ്ങനെ കുറച്ച് സമയം മിണ്ടാതിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ മിണ്ടാതെ അവിടെ ഇരിക്കുക. കുറച്ച് നേരം ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് കാലിൽ തൊട്ട് വീഴുന്നിട്ട് പോകാൻ, മാസ്റ്റർ ഞാനൊന്ന് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് കാലിൽ തൊട്ട് വീഴുമ്പോഴാണ് മാസ്റ്റർ തലയിൽ കൈവച്ചിട്ടാണ് പറഞ്ഞത്, എന്നാൽ നീ എന്നും ഒരു നല്ല കേസില്ല വക്കീലായിരിക്കട്ടെ എന്ന് പറഞ്ഞു. സത്യമാണ്, അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഇതുവരേക്കും കേസൊന്നും ഇല്ല. അതെ, കേസില്ല വക്കീലായി, പക്ഷേ പാട്ടില്ല ഗായകനായില്ല. പാട്ടുള്ള ഗായകനായി സുദീപ് നിൽക്കുന്നു. 5000-ഓളം പാട്ടുകൾ. സുദീപ്, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ റെക്കോർഡുമാണ്. 4 നൂറ്റാണ്ടിനിടയിൽ വലിയ സന്തോഷം. അപ്പോൾ സുദീപിൻ്റെ 4 നൂറ്റാണ്ട് പാട്ടിൻ്റെ വഴിയും നമ്മൾ ഇന്നത്തെ ദിവസം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരു ആഘോഷമാക്കി മാറ്റാം സുദീപ്. ഇന്നിപ്പോൾ റിപ്പോർട്ടറിൻ്റെ ഈ 14-ാം വർഷം എന്ന് പറയുന്നതും ഒരു ആഘോഷ വേളയാണ്. അത് നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം. ഓക്കെ. സുദീപിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? അതെ, സുദീപിന് ഇഷ്ടപ്പെട്ട പാട്ടിൽ നിന്ന് ഞാനൊരു സജഷൻ പറയട്ടെ സുദീപ്. അന്നൊക്കെ ഈ കോളേജിലെ പെൺകുട്ടികൾക്ക് ആവശ്യപ്പെടുമ്പോൾ അവിടെ കോളേജിലെ മരച്ചുവട്ടിൽ, ഉണ്ണി സാർ പറഞ്ഞ കോളേജിൽ തന്നെയാണ് തോന്നുന്നു. അപ്പോൾ ഈ കോളേജിലെ മരച്ചുവട്ടിലൊക്കെ ഇരുന്ന് മരച്ചുവട്ടിലിരുന്ന് പാടുന്ന ഒരു പഴയ സുദീപ് ഉണ്ട്. നമുക്ക് അന്തക്കാലത്തിൽ നിന്ന് തുടങ്ങാം. സുദീപ് അങ്ങനെയൊന്ന് തുടങ്ങിയാലോ? അതാകുമ്പോൾ കുറച്ചൊരു നൊസ്റ്റാൾജി ആകും. അത് കഴിഞ്ഞ് നമുക്ക് സോഫയിലേക്കൊക്കെ വരാം. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ഒരു പോപ്പുലർ ഡിമാൻഡ് ഏത് പാട്ടിനായിരുന്നു? ഏത് പാട്ട് സുദീപേട്ടൻ പാടി കേൾക്കണമെന്നായിരുന്നു അന്നത്തെ പെൺകുട്ടികളൊക്കെ ആ മരച്ചുവട്ടിലിരുന്ന് ആവശ്യപ്പെട്ടിരുന്നത്? അത് ഒരുപാട് പാട്ടുകളുണ്ട്. അത് ഈ നമ്മുടെ പാട്ടുപുസ്തകം ഇറങ്ങുന്ന സമയമാണ്. ചുവന്ന കളറുള്ള പുറം ചട്ടയുള്ള പാട്ടുപുസ്തകം ഉണ്ടല്ലോ, യേശുദാസ് സാറിൻ്റെ പടമുള്ളത്. ഇതാരെങ്കിലും കൊണ്ടുവന്ന് കൈ തരും കോളേജ് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ മരച്ചോട്ടിലിരുന്നിട്ട് ഈ പാട്ടുപുസ്തകം പാടിത്തീരുന്നതാണ് കണക്ക്. അത് മുഴുവൻ പാടി തീർത്തിട്ടാണ് ക്ലാസ്സിൽ പോവാറ്, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോവാത്തത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു.